ഇനി മുതൽ നിങ്ങളുടെ വീട്ടിൽ പത്തിരി ബാക്കി വന്നാൽ ആരും അതെടുത്ത് കുപ്പയിലേക്ക് കളയണ്ട കേട്ടോ. നമുക്ക് ഇത് വെച്ച് ഒരു അടിപൊളി ഐറ്റം തയ്യാറാക്കിയെടുക്കാം. ഇത് എൻ്റെ വീട്ടിൽ ബാലൻസ് വന്ന പത്തിരിയാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയൊക്കെ പത്തിരി ബാലൻസ് ഉണ്ടോ എന്നുള്ളത്. ഒരിക്കലും അല്ല കേട്ടോ. ഇതൊരു 3-4 ദിവസമായിട്ട് ബാലൻസ് വന്ന പത്തിരി ഞാൻ അങ്ങനെ എടുത്ത് വെച്ചതാണ്. അതായത് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചതാണ് കേട്ടോ. ഇതുപോലെ ഒരു പാത്രം എടുക്കുക. എന്നിട്ട് ഈ ഒരു പത്തിരി എല്ലാം കൂടി ഇതിലിട്ടിട്ട് ഫ്രീസറിൽ വെക്കരുത്, നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കുക. അങ്ങനെ എടുത്ത് വെച്ച പത്തിരിയാണ്. ഇത് അത്യാവശ്യമുണ്ട് കേട്ടോ. കുട്ടികളൊന്നും കഴിച്ചില്ല. പിന്നെ മറ്റ് സ്നാക്സും കാര്യങ്ങളൊക്കെ വന്നപ്പം ഇത് ബാലൻസായി പോയതാണ്. ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാത്രത്തിൽ വെക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മുണ്ടിലോ അല്ലെങ്കിൽ ഒരു തുണിയിലോ അങ്ങനെയും വെക്കാം കേട്ടോ. ഇതൊന്ന് നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം. ഈ ഒരു ഉണക്കിയെടുക്കുന്ന സമയം തന്നെ ഈ ഒരു പത്തിരി നമുക്ക് ഇഷ്ടമുള്ളൊരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. തൽക്കാലം ഞാൻ കട്ട് ചെയ്തെടുക്കുന്നില്ല, പക്ഷേ പിന്നീട് എനിക്ക് തോന്നി ഇത് കട്ട് ചെയ്തെടുക്കുന്നതായിരുന്നു കുറച്ചും കൂടി നല്ലത് എന്നുള്ളത്. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ പത്തിരി കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ചെറുതായിട്ട്, അതായത് ഈ ഒരു നുറുക്കൊക്കെ ഇല്ലേ 6-ാം നമ്പർ, അതിൻ്റെയൊക്കെ ഒരു ഷേപ്പിൽ നിങ്ങൾ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ. ഇതിപ്പോൾ ഞാനൊരു 4-5 ദിവസം എടുത്തു ഇതെനിക്ക് നന്നായിട്ട് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക. കണ്ടോ, ഇത്രയും പത്തിരി ഉണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്കൊരു 3-4 ദിവസം കൊണ്ട് ഇവിടെ ബാക്കി വന്ന പത്തിരിയാണ്. എനിക്കിവിടെ കോഴിയുണ്ട്, പക്ഷേ ബാക്കി വന്നാലും ഞാൻ അങ്ങനെ പത്തിരി കോഴിക്ക് കൊടുക്കാറില്ല. ഞാൻ ഇതുപോലെ ചെയ്ത് വയ്ക്കാറാണ്. ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്നുള്ളത്. ഇത് ഞാനിപ്പോൾ ഇത് അവിടെ വെയിലത്ത് വെക്കുന്നുണ്ട് കേട്ടോ. തൽക്കാലം ഞാൻ തട്ടിൻ്റെ മുകളിലാണ് വെക്കുന്നത്. ഇത് ഞങ്ങളുടെ അടുക്കള ഭാഗത്തിൻ്റെ പുറം ഭാഗമാണ് കേട്ടോ. പക്ഷേ നിങ്ങൾക്ക് കിണറൊക്കെ, മുറ്റത്ത് കിണറാണെങ്കിൽ കിണറിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ഒരു മതിലിൻ്റെ മുകളിലൊക്കെ വെക്കുക. മുറ്റത്ത് വയ്ക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക. പൊടി പറക്കാനും അതുപോലെ മണ്ണൊക്കെ വീഴാനും സാധ്യത ഉണ്ട്. നമുക്കിത് കഴുകാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് മുറ്റത്ത് വെച്ച് മണ്ണിലൊക്കെ വെക്കുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇവിടെ അത്യാവശ്യം വെയിലുണ്ട്. പിന്നെ ഞാനൊരു വലയും കൂടി വിരിച്ചു കൊടുക്കുന്നുണ്ട്. വല വിരിച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് 8ൻ്റെ പണി കിട്ടും. കാരണം കാക്ക ഇതെല്ലാം കൊത്തിയെടുത്തുകൊണ്ട് പോകും. അപ്പോൾ വല ഇട്ടാൽ പിന്നെ നമുക്ക് ആ ഭാഗത്തേക്ക് നോക്കേണ്ട ആവശ്യമില്ല, നന്നായിട്ട് ഉണങ്ങി കിട്ടും. ഇതുപോലെയുള്ള വലകൾ ഇടാൻ ശ്രദ്ധിക്കുക കേട്ടോ. അല്ലാതെ നമുക്ക് തേങ്ങയൊക്കെ ഉണക്കുന്ന മോഡൽ ആ ഒരു വല നിങ്ങൾ ഇട്ട് കൊടുക്കരുത്. കാരണം അതിൻ്റെ ഉള്ളിൽ കൂടി കാക്ക വന്നിട്ട് കൊത്തി കൊണ്ടുപോകും. കൊത്തി എടുത്താൽ നമുക്ക് കാണാൻ കഴിയില്ല. ഇതിപ്പം എൻ്റെ ഒരു ഷോളാണ് കേട്ടോ. പഴയ ഒരു നെറ്റിൻ്റെ ഷോളാണ്. ഇതുപോലെ പഴയ നെറ്റിൻ്റെ ഷോളോ ഇനി നെറ്റില്ല കട്ടി കുറഞ്ഞ ഷോളോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കുക കേട്ടോ. 2-3 ദിവസം ഞാൻ നന്നായിട്ട് ഉണക്കിയെടുത്തു. രാത്രിയാകുമ്പം അകത്തേക്ക് കൊണ്ടുവയ്ക്കും. കണ്ടോ, ഏകദേശം ഇതുപോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഉണക്കിയെടുക്കുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിക്കുക, നന്നായിട്ട് ഉണക്കിയെടുക്കണം. അല്ലെങ്കിൽ ഇതിൽ പൂപ്പൽ വരാൻ സാധ്യതയുണ്ട്. നമുക്ക് ഇത് എടുത്ത് വയ്ക്കേണ്ടതാണ് കേട്ടോ. ഇതാണ് ഞാൻ മുന്നേ പറഞ്ഞത്. ഇത് കട്ട് ചെയ്ത് ഉണക്കിയിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെയൊരു പ്രശ്നം വരില്ലായിരുന്നു. കണ്ടോ, ഉണങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച രീതിയിൽ നമുക്കത് കട്ട് ചെയ്തെടുക്കാൻ കഴിയില്ല കേട്ടോ. ഇതുപോലെ പൊടിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഞാനത് വിട്ടും പോയി. ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്, പക്ഷേ കണ്ടോ പൊടിഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കട്ട് ചെയ്തിട്ട് തന്നെ ഉണക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് അടുപ്പത്തൊരു പാൻ വയ്ക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക, ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കുക, നന്നായിട്ട് പൊരിച്ചെടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ ചെയ്യുക കേട്ടോ. നന്നായിട്ട് പൊരിച്ചെടുക്കുക. അതായത് ഒരു ബ്രൗൺ കളറ് വരുന്നത് വരെ പൊരിച്ചെടുക്കുക. കണ്ടോ, ഇതുപോലെ ചെയ്യട്ടോ. നല്ല ടേസ്റ്റാണ്. അതായത് വൈകിട്ട് കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് ഇത് നമുക്ക് ചായയുടെ കൂടെ സ്നാക്സ് ആയിട്ട് കൊടുക്കാൻ കഴിയും കേട്ടോ. ഇപ്പോഴത്തെ ആവശ്യത്തിനുള്ളത് മാത്രം എടുത്ത് ഞാൻ പൊരിച്ചെടുക്കുന്നുണ്ട്. ബാക്കി ഒരു നനവില്ലാത്ത ബോട്ടിലിൽ എടുത്ത് വെക്കുക കേട്ടോ ചെയ്യുന്നത്. ഞാൻ മുന്നേ പറഞ്ഞു, പത്തിരി നിങ്ങൾ വെയിലത്ത് വെക്കുന്നതിന് മുന്നേ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തിരുന്നെങ്കിൽ ഇതുപോലെ വരില്ല കേട്ടോ. ഇതിപ്പോൾ പല ഷേപ്പിലുമാണുള്ളത്. അത് ഞാൻ പത്തിരി ഉണങ്ങിയതിന് ശേഷമാണ് അത് പൊട്ടിച്ചെടുത്തത്. അതുകൊണ്ടാണ് എനിക്കൊരു കറക്റ്റ് ഷേപ്പിൽ കിട്ടാതിരുന്നത്. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അത് നന്നായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഉണക്കിയെടുക്കുക. അതാകുമ്പോൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അതുപോലെ നന്നായിട്ട് പൊരിച്ചെടുക്കാനും കഴിയും കേട്ടോ. ഇതാണ് ഫൈനൽ ലുക്ക്. കണ്ടില്ലേ, ഇത് പത്തിരിയാണെന്ന് ആരെങ്കിലും പറയുമോ? പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കഴിക്കാൻ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. ഇനി മുതൽ പത്തിരി ബാലൻസ് വന്നാൽ നിങ്ങളെടുത്ത് കുപ്പയിലേക്ക് കളയരുത്. ഇതുപോലെ വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്താൽ നിങ്ങൾക്കൊരു 4 മണി പലഹാരമായിട്ട് ഉപയോഗിക്കാം കേട്ടോ. അതുപോലെ വീട്ടിലാരെങ്കിലുമൊക്കെ വന്നാൽ നിങ്ങൾക്ക് പൊരിച്ച് കൊടുക്കാവുന്നതാണ്. കണ്ടോ, ഞാനിതൊരു ബോട്ടിലാക്കി വെക്കുന്നുണ്ട്. ഇത് നമുക്ക് മാസങ്ങളോളം കേടുകൂടാതെ കിട്ടും കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കാൻ, നനവുള്ള ബോട്ടിലാവരുത്. അതുപോലെ നല്ല സ്ഥലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കുക. നന്നായിട്ട് വലയൊക്കെ ഇട്ടിട്ട് ഉണക്കി വെക്കുക.
കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞത്. ആ ഒരു പത്തിരി പൊടിക്കുമ്പം ഇതുപോലെ ഒരുപാട് പൊടികളുണ്ടാവും കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ വേസ്റ്റായി പോയി. നമ്മൾ ആദ്യമേ കട്ട് ചെയ്ത് ഉണക്കിയെടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു പൊടീൻ്റെ പ്രശ്നം വരില്ല. പത്തിരി ഇതുപോലെ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റിൽ പറയുക കേട്ടോ.